ലക്നൌവിൽ 2 കൊലപാതകം നടന്നിരിക്കുന്നു. കൊല്ലപ്പെട്ടതാകട്ടെ ഒരമ്മയും വികലാംഗനായ അവരുടെ മകനും. ഇപ്പോഴും ആ കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. മറ്റൊരു വസ്തുത എന്തെന്നാൽ പോലീസ് സ്റ്റേഷന് വളരെ അടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നതാണ്. ലക്നൌവിലെ മോഹൻലാൽഗഞ്ച് കോട്ട്വാലി പ്രദേശത്തെ സിസൻഡി പട്ടണത്തിലാണ് സംഭവം നടക്കുന്നത്. 50 വയസ്സോളം പ്രായം വരുന്ന രേഷ്മ ബാനുവും അവരുടെ വികലാംഗനായ മകനും, ഏകദേശം 18 വയസ്സോളം പ്രായം വരുന്ന മകനാണ് അയാൾ. ഷാബദ് എന്നാണ് അയാളുടെ പേര്. ഇവർ 2 പേരുമാണ് കൊല്ലപ്പെട്ടത്. ഇവർ 2 പേരും മാത്രമായിരുന്നു കാലങ്ങളായി സിസൻഡി പട്ടണത്തിലെ ആ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. രേഷ്മയുടെ ഭർത്താവ് ഇക്ബാല് കോവിഡ് വന്ന് ആ സമയത്ത് മരിച്ചിരുന്നു. അതിനുശേഷം അമ്മയും മകനും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ വൈകുന്നേരം ഷാദബിനെ വീട്ടിലിരുത്തി പുറത്തെന്തോ സാധനം വാങ്ങാനായി പോയതായിരുന്നു അമ്മ രേഷ്മ. അമ്മ പോയതോടെ തനിച്ചായ ഷാദബ് തന്റെ സഹോദരിയെ വിളിച്ച് സംസാരിക്കുകയായിരുന്നപ്പോൾ സഹോദരിയോട് വിശേഷങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കവേ പെട്ടെന്നായിരുന്നു ആരോ ആ വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ചു കടന്നത്. അപ്പോഴേക്കും അമ്മ രേഷ്മയും അവിടേക്ക് എത്തിയിരുന്നു. സഹോദരിയുടെ കോൾ കട്ടാകാത്തത് കൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒക്കെ ശബ്ദം ആ സഹോദരിക്ക് ഫോണിൽ കൂടി കേൾക്കാമായിരുന്നു. അതിനിടയിൽ ആരോ വാതിൽ ചവിട്ടിപ്പൊളിച്ചതായി ഷാദബ് സഹോദരിയോട് പറയുകയും ചെയ്തു. ഇത്രയും പറഞ്ഞതിനു ശേഷം പെട്ടെന്ന് ഷാദബിന്റെ കോള് കട്ടായി. എന്തോ അനിഷ്ട സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ സഹോദരിയും ഭർത്താവും പെട്ടെന്ന് തന്നെ രേഷ്മയുടെ അയൽക്കാരനെ വിളിച്ച് വീട്ടിൽ പോയി പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അയൽക്കാരൻ സ്ഥലത്തെത്തിയപ്പോൾ വീടിനുള്ളിലെ രംഗം കണ്ട് അയാൾ ഞെട്ടിപ്പോയി. അമ്മയുടെയും മകന്റെയും മൃതദേഹങ്ങൾ വീടിനുള്ളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായി കിടക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. രേഷ്മയുടെ മൃതദേഹം കട്ടിലിനടിയിൽ നഗ്നമായ നിലയിലും മകൻ ഷാദബിന്റെ മൃതദേഹം വെള്ളം നിറച്ച ഒരു ടബിലുമായിരുന്നു ഉണ്ടായിരുന്നത്. വിവരം അപ്പോൾ തന്നെ അയൽക്കാരൻ ഷാദബിന്റെ സഹോദരിയെ വിളിച്ചറിയിക്കുകയും ചെയ്തു. സഹോദരി വിവരം പോലീസിനെ അറിയിച്ചതോടെ പോലീസും സ്ഥലത്തെത്തി. സംഭവത്തെപ്പറ്റി ഈ സഹോദരി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. रेशमा की आप कितनी बहनें थी रेशमा? हम लोग 6 बहनें थे। रेशमा के कितने बच्चे थे? अरे एक यही सगा बच्चा रहा है और 2 और थे, तो एक अच्छा खासी वो था, सोहेल खत्म हो गया था, और वो सबनम इनकी लड़की थी वो भी खत्म हो गई। अभी इससे पहले साल भर करीब हुआ है, लड़की खत्म हो गई। आज यहाँ आई तो आपने अंदर क्या देखा? अंदर हम यही देखे कि वो नान में पड़ा रहा लड़का, और ये जो बदली पड़ी वो मच गई। സംഭവത്തെപ്പറ്റി സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്. സംഭവത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ച ഉടൻ തന്നെ മോഹൻലാൽഗഞ്ച് JCP ഉൾപ്പെടെ വലിയൊരു സംഘം പോലീസ് ആ സ്ഥലത്തേക്കെത്തി. 2 മൃതദേഹങ്ങളും കസ്റ്റഡിയിലെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. ഫോറൻസിക് സംഘം സംഭവ സ്ഥലത്ത് നിന്ന് തെളിവുകൾ ശേഖരിച്ച് അന്വേഷണവും ആരംഭിച്ചു. കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. देखिए, दिनांक 9 मार्च 2026 को थाना मोहनलालगंज को लगभग 10 बजे ये सूचना मिलती है। एक थाना सिसंडी क्षेत्र में 2 लोगों का हत्या किया गया है। तुरंत ही मौके पर पहुंचते हुए पुलिस टीम जांच किया गया है, तो उसमें ये सामने आया है एक रेशमा नाम का महिला है, लगभग 50 साल की उम्र है, और उनकी बेटा लगभग 18 साल का उम्र है, उसका नाम है शादा। दोनों की जब मौके पे ये पहुंचते हुए ये पता चला कि इधर शव पड़ा हुआ है घर पे, तो प्रथम दृष्टया इसमें ऐसा मोटिव क्लियर नहीं है, तो इसमें 4 टीम गठित किया गया है। സംഭവത്തിൽ സമീപത്തുള്ള ആളുകളെ അടക്കം ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കൂടാതെ നിരവധി വശങ്ങളെക്കുറിച്ച് അന്വേഷണവും പുരോഗമിക്കുകയാണ്. രേഷ്മയ്ക്ക് നേരെ ലൈംഗികാതിക്രമം അടക്കം നടന്നിരുന്നു എന്നതിലും സംശയം നിലനിൽക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏതാനും ചുവടുകൾ അകലെ നടന്ന ഈ സംഭവം പട്ടണത്തിലുടനീളം പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.